സിരുത്തെ ശിവയുടെ സംവിധാനത്തിൽ നടുപ്പിൻ നായകൻ സൂര്യ, ബോബി ഡിയോൾ, തൃഷ പട്ടാണി, നടരാജൻ സുബ്രഹ്മണ്യം, കെ.എസ്. രവികുമാർ, യോഗി ബാബു പോലുള്ള താരങ്ങൾ അണിനിരന്ന് ഇന്ന് തിയേറ്ററിലെത്തിയ സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കങ്കുവ. അതിന് കങ്കുവ എന്ന സിനിമയുടെ റിവ്യൂ അല്ല, എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ അവിടെ പറയാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. കങ്കുവ പടം 3Dയിലാണ് കണ്ടത്. ഒരു 3D ചിത്രമാണ്. പടത്തിൻ്റെ പോസിറ്റീവ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പടത്തിൻ്റെ വിഷ്വൽസ്, പടത്തിൻ്റെ ആക്ടേഴ്സ്, അതുപോലെ തന്നെ പടത്തിൽ 3Dയും ഒരു പരിധി വരെ അത്യാവശ്യം കൊള്ളായിരുന്നു. പടത്തിൻ്റെ VFX ഒക്കെ വളരെ നന്നായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഓക്കെ ആയിട്ടുള്ള രീതിയിൽ തന്നെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ പടം വർക്കൗട്ട് ആയിട്ടില്ല, ഒട്ടും തന്നെ വർക്കൗട്ട് ആയിട്ടില്ല. ഈ പടം നോക്കുകയാണെങ്കിൽ ഒരു ഒരു 2 നൂറ്റാണ്ടിനെ ഒരേ സമയത്ത് എടുത്തുകൊണ്ട് വന്ന് ഒരു തരത്തിലൊരു സയൻസ് ഫിക്ഷനായിട്ട് എടുക്കാൻ ശ്രമിച്ച ഒരു സിനിമയായിരുന്നു. പക്ഷേ അത് കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയൊരു സിനിമയാണ്. ആൻഡ് പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നത് 2025 പ്രസൻറ്റ് ടൈമായിട്ട് കാണിച്ചിട്ടുണ്ടാവും. ആൻഡ് അതൊക്കെ ഭയങ്കര ക്രിഞ്ചാണ്. അതിൻ്റെ അകത്ത് സൂര്യ ആയാലും യോഗി ബാബു ആയാലും തൃഷ പട്ടാണി ആയാലും ഈ അദ്ദേഹത്തിൻ്റെ കോമഡിയൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ബോറിംഗ് ആണ്. അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ പറ്റില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാൻ തന്നെ ഒരു സിനിമയിൽ ആദ്യത്തെ ഒരു 10 മിനിറ്റാണ് അപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ എന്ന് ആലോചിച്ചത് ഈ സിനിമയ്ക്കായിരിക്കും. അത്രയും മോശമായിട്ടാണ് ഫസ്റ്റ് ആ ഒരു അരമണിക്കൂർ എടുത്ത് വെച്ചേക്കുന്നത്. ആൻഡ് പിന്നെ പടത്തിൻ്റെ ആ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പ്രീ ഹിസ്റ്റോറിക് 10ാം നൂറ്റാണ്ടിലൊക്കെ പോകുന്നു. ആൻഡ് അവിടെ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നുമില്ല. ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഇല്ല. എന്തൊക്കെയോ വരുന്നു, എന്തൊക്കെയോ പോകുന്നു എന്ന് പറയും പോലും ഉണ്ട്. പിന്നെ സിനിമ കണ്ടിട്ട് ആരെങ്കിലും ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കില്ല. കാരണം ഇവർ തന്നെ ഓരോ 2 മിനിറ്റിലും കിടന്ന് അലറുന്നുണ്ട്. മേ ബി സിനിമ താമസിച്ചതിൻ്റെ മെയിൻ കാരണം ഇതിൻ്റെ ആക്ടേഴ്സിന് ഈ ഒരു അലറി തൊണ്ട പോയിട്ട് അവർക്ക് റിക്കവറി ചെയ്യാൻ വേണ്ടിയായിരിക്കും മിക്കവാറും ഇത്രയും വൈകിപ്പിച്ചത്. കാരണം ഡബ്ബൊക്കെ ചെയ്യാൻ നേരത്ത് സൗണ്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ ചുമ്മാ അലറുന്നുണ്ട്. പടത്തിലെ സെൻറ്റിമെൻറ്റ്സ് ചിലയിടത്തൊക്കെ ഭയങ്കരമായിട്ട് ഓവർഫ്ലോ ആവുന്നുണ്ട്, ചിലയിടത്തൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. കോമഡിക്ക് നമ്മൾ കരയണം, സെൻറ്റിമെൻറ്റ്സ് നമ്മൾ ചിരിക്കുന്ന അവസ്ഥയിലാണ് സിനിമ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ഇറ്റ്സ് എ ഡിസപ്പോയിൻമെൻറ്റ്. നേരത്തെ പറഞ്ഞ ചില ഇടങ്ങളൊക്കെ ആ ഒരു വിഷ്വലി ഭയങ്കര വാച്ചബിളായിട്ട് തോന്നി, പക്ഷേ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര പാടാണ്. അതിന് അടുത്ത പാട്ടിൻ്റെ ലീഡൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര കഷ്ടമാണ്, ഭയങ്കര പ്രിഡിക്റ്റബിളാണ്. പിന്നെ ക്യാമിയോ നമ്മളെല്ലാവരും ഉദ്ദേശിച്ചൊരു ക്യാമിയോ തന്നെയാണ്. ആൻഡ് പടത്തിൻ്റെ ഏറ്റവും അവസാനം വേറൊരു ട്വിസ്റ്റും കൂടെ ഇഷ്ടമുണ്ടാവും. അത് താങ്ങാൻ പറ്റില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇത് ടോട്ടലി ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയ അവസ്ഥ ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു. കാരണം ഈ പടത്തിൻ്റെ ആ ഒരു ടീസർ ട്രെയിലറൊക്കെ ഒരുപാട് വാഗ്ദാനം ചെയ്തിരുന്നു. ആൻഡ് അത്രയ്ക്കൊന്നും ഇല്ല പടം. അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിലൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ് എനിക്ക്. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരേക്കും ബൈ.